ഹായ് ഡിയേഴ്സ്, എൻ്റെ കുഞ്ഞു കുഞ്ഞു സഹോദരിമാരെ, നിങ്ങൾക്കറിയാമോ ചക്കയുടെ ഗുണഗണങ്ങൾ? വർണ്ണിച്ചാലും തീരൂല. ഞാനിപ്പോൾ കുറച്ച് പഴുത്ത ചക്ക എടുത്ത് അരിഞ്ഞ് ഇച്ചിരി ഉപ്പും വെള്ളവും ജീരകമൊക്കെ ഇടാൻ പോവുക. നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങനെ വെച്ചതാണേ. ഇത് കണ്ടോ ഗൈസ്, ഇത് നല്ല ജീരകം ഉണ്ടല്ലോ, മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഗൈസ്. ജീരകം നല്ലതാണ്, ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. പിന്നെ ഒരു ശകലം ഉപ്പ് നീരൊഴിക്കണം, ഒരു അര സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പം എന്തൊക്കെയായി? പഴുത്ത ചക്കയായി, ചക്കയുടെ അരിയൊന്നും കളഞ്ഞിട്ടില്ല, ചക്കയുടെ സീഡൊക്കെ ഇതിനകത്തുണ്ട്. ചക്ക സീഡ്, ചക്ക പഴുത്തത്, കുറച്ച് വെള്ളം, ഇച്ചിരി ഉപ്പ്, പിന്നീട് നമ്മുടെ ജീരകപ്പൊടി. അപ്പോഴേ ഇത് വെന്ത് വരട്ടെ ഗൈസ്. ഇത് അടച്ചു വെക്കുക. ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇതാണ്. ഹായ് ഗൈസ്, ഇന്ന് ചക്ക ഉണ്ടാക്കിയില്ലേ ഞാൻ. ഈ ചക്ക ആ മുത്തശ്ശിപ്ലാവാണിത്, നമ്മുടെ ഒന്നുമല്ല, അപ്പുറത്തെ പറമ്പില്ലേ. അവിടെ ഒരു ചേച്ചി ചക്ക എടുത്താൻ വന്നപ്പം ഒരു ചക്ക തരുമോയെന്ന് ചോദിച്ച് മേടിച്ചതാണ്. എൻ്റെ കുടുംബ വീട്ടിലേ ആകാശം മുട്ടയുള്ള പ്ലാവുണ്ട്, വരിക്കച്ചക്കയുണ്ട്. പക്ഷേ അവിടെ നിന്ന് ചുവന്നുകൊണ്ട് വരാൻ പറ്റൂല ഗൈസ്. കണ്ടോ, അവിടെ തേൻ വരിക്ക ചക്കയുണ്ട്. പണ്ടുള്ള മനുഷ്യർ പറയും, വയറ് വശിക്കുമ്പോൾ ഒരു ചക്കയെങ്കിലും അടത്തി തിന്നാൻ ഒരു പ്ലാവ് നടാം. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു പ്ലാവുമില്ല. ഡാഡിയേ നടത്തില്ല പ്ലാവ്. അപ്പം ഞാൻ ആ ചക്ക കറി വെച്ച് എടുത്ത് കാണിച്ചു തരാം. ഈ പ്ലാവിനെ കാണിക്കാതെ എന്തായാലും പറ്റൂലല്ലോ ഗൈസ്. വരൂ, ചക്ക കാണാം. ഞാൻ വേവിച്ചത് കുളമായിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ചക്കപാത്രം കണ്ട കുളമായി എന്ന് പറഞ്ഞാൽ കുളമാണ്. ഇതിപ്പോൾ കടലായി മാറി. ഈ ചക്ക ഞാൻ ഒഴിച്ചപ്പോഴേ, വെള്ളം ഒഴിച്ചപ്പോഴേ കൂടിപ്പോയായിരുന്നു ഗൈസ്. വെള്ളം കൂടിപ്പോയി. ഈ ചക്കയ്ക്കകത്ത് വെള്ളം ഉണ്ടെന്നുള്ളത് എനിക്ക് മറന്നുപോയതല്ല. ഞാൻ നോക്കിയപ്പോൾ നല്ല കട്ടിച്ചോളാം. അപ്പം ഞാൻ വിചാരിച്ചത് വേവാൻ വെള്ളം വേണമെന്ന്. അങ്ങനെയാണ് ഗൈസ് സംഭവിച്ചത്. പിന്നെ ഇതിൽ തേങ്ങാപ്പീര ഇട്ടിട്ടില്ല, ആ ഒരു കുറവേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പീര ഇടില്ല. അപ്പം ഇത് കണ്ടല്ലോ, വയറ് വിശക്കുമ്പം ഒരു പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ, അരി മേടിക്കാൻ കാശില്ലെങ്കിൽ പ്രയോജനപ്പെടും. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു സഹോദരിമാരെടുത്തും സഹോദരന്മാരെടുത്തും പറയുകയാണ്, ഒരു പ്ലാവ് വീട്ടിൽ നടൂ. വയസ്സുകാലത്തെങ്കിലും ഉപകരിക്കും, അല്ലേ കൊറോണ കാലത്തെങ്കിലും ഉപകരിക്കും. കൊറോണയുടെ സമയത്ത് ആളുകളെല്ലാം ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് കൃഷി ചെയ്തായിരുന്നു, പ്ലാവ്, മാവ്, തേങ്ങ ഒക്കെ. ഓക്കെ ഗായ്സ്, ഇപ്പം മണി 12 എങ്ങാണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ഉച്ച ഫാസ്റ്റായി, ലഞ്ച് ഫാസ്റ്റായി. പിന്നെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനേ ഇത് കഴിക്കട്ടെ ഗൈസ്. അയ്യോ ചക്കേരിയാടേ, ഭയങ്കര ചൂടാണ് കേട്ടോ. ഫാനൊക്കെ ഇട്ടിട്ടേ ഞാൻ കഴിക്കാം ഗൈസ്. ഓക്കെ, ബൈ.